ഹൊറർ ഫിലിമിലൊക്കെ കാണുന്നത് പോലെ ഒരു ഗുഹ, മുകളിൽ നോക്കിയാൽ മെഴുകുരുകി നിൽക്കുന്നത് പോലെയുള്ള സ്ട്രക്ചർ. ഇതെങ്ങനെ ഒരു കേവായി മാറിയതെന്ന് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഞാൻ പറയുന്നത് മലേഷ്യയിലെ ബാത്തു കേവ്സിനെ കുറിച്ചാണ്. മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്റർ അകലെയുള്ള സെലാങ്കോറിലാണ് ബാത്തു കേവ്സ് ഉള്ളത്. 400 ദശലക്ഷം വർഷം പഴക്കമുള്ള ഗുഹ. ഇതിൽ കത്തീഡ്രൽ കേവ് അല്ലെങ്കിൽ ടെമ്പിൾ കേവ് എന്നറിയപ്പെടുന്ന പ്രധാന ഗുഹയിലാണ് മുരുകൻ ക്ഷേത്രമുള്ളത്. വൈകുന്നേരം 5 മണിയോടെയാണ് ഞാൻ ക്ഷേത്രത്തിലെത്തിയത്. കളർഫുള്ളായ 272 പടവുകൾ കയറി അകത്തെത്തിയപ്പോൾ വല്ലാത്ത തണുപ്പും ശാന്തമായ അന്തരീക്ഷവും. 1800കളുടെ അവസാനത്തിൽ പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രമായി മാറുന്നതിന് മുൻപ് ഒറാങ് അസ്ലി ഗോത്രത്തിൽപ്പെട്ട തദ്ദേശീയ ജനവിഭാഗമായ തെമുവാൻ ആളുകൾ പലപ്പോഴും അഭയകേന്ദ്രങ്ങളായി ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. പ്രധാന ഗുഹയ്ക്ക് പുറമെ ആർട്ട് ഗാലറി, മ്യൂസിയം, രാമായണ തുടങ്ങിയ ഗുഹാക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. തമിഴ്നാട്ടിലെ മുരുകൻ ക്ഷേത്രത്തിൽ പോയ ഒരു ഫീലാണിവിടെ. പഴനിയിൽ കാണുന്നത് പോലെ നിറയെ കുരങ്ങുകളും ഇവിടെ കാണാം. ഗുഹയ്ക്കകത്തെ കാഴ്ചകളൊക്കെ കണ്ട് മുരുകനെയും തൊഴുത് പടിയിറങ്ങി. ബാത്തു കേവ്സിന്റെ പ്രവേശന കവാടത്തിലാണ് ലോകപ്രശസ്തമായ മുരുകൻ സ്റ്റാച്യു ഉള്ളത്. 141 അടി ഉയരമുള്ള ഈ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മുരുക പ്രതിമകളിൽ ഒന്നാണ്. തായ്ലൻഡിൽ നിന്നാണ് ഇത് കൊണ്ടുവന്നത്. 1550 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ്, 250 ടൺ സ്റ്റീൽ കമ്പികൾ, തായ്ലൻഡിൽ നിന്നുള്ള 300 ലിറ്റർ ഗോൾഡ് പെയിന്റ് എന്നിവയാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 15 ശില്പികളും പണിക്കാരും ചേർന്ന് 3 വർഷമെടുത്താണ് ഇത് നിർമ്മിച്ചത്. 2006 ജനുവരി 29-നായിരുന്നു അനാച്ഛാദനം. ഇരുട്ടായതോടെ പടവുകളിലും ക്ഷേത്രത്തിലും ലൈറ്റുകൾ തെളിഞ്ഞു. മലയടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു ഫീൽ. മനോഹരമായ കാഴ്ച. മലേഷ്യ യാത്ര പ്ലാൻ ചെയ്യുന്നവർ ബാത്തു കേവ്സ് മിസ് ചെയ്യരുത്. ചുമ്മാ എംഒ എന്നാൽ മനോരമ ഓൺലൈൻ വിസിറ്റ് ചെയ്യൂ, വാർത്തകളും വിശേഷങ്ങളും അറിയൂ.